ഈ വാട്ടവർ തൊപ്പി അവരുടെ ലൈവ് കണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അത് കണ്ടപ്പോൾ ദി ഓസ്കാർ ഗോസ് ടു എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. എന്തോ ഡ്രാമ കളിക്കുന്ന പോലെ തോന്നി. പക്ഷേ അത് ശരിയാണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യാത്ത കാര്യം ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതെൻ്റെ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞതാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ആദ്യം ഒരു അപ്പോളജി വീഡിയോ ഇടുക, അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇതെന്തോ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പോലെയും യൂട്യൂബ് ചാനൽ പോയതിനൊക്കെയാണ് ആ കുട്ടിക്ക് വിഷമം, അവരുടെ ഗ്രൂപ്പിൽ നിന്നും പോയതിനൊക്കെ. അല്ലാതെ അതിൻ്റെ താൻ പറഞ്ഞ ഇത്രയും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി സംസാരിച്ചതെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഐ വാച്ച് ദയർ ലൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ എൻ്റെ ഫ്രണ്ട് ഇത് സ്ഥിരമായിട്ടും അല്ലെങ്കിൽ അധികവും കാണുന്ന ഒരു ആളയച്ച വോയിസ് ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. പിന്നെന്താ വെച്ചാൽ മമ്മു ആദ്യമായിട്ടൊന്നുമില്ല ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഇവന് ഭയങ്കര സെക്ഷലി ഓരോ സാധനങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പിന്നെ ലൈവ് വീഡിയോയിൽ വന്നിട്ട് പെൺകുട്ടികൾക്ക് ഉമ്മ ചോദിക്കലും, അതേപോലെ പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഈ തടിച്ച ആളുകൾക്ക് നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടാവില്ല, ബ്രസ്റ്റ് പിടിക്കലും അടുത്തുള്ള ആളുടെ പിടിക്കലും, നിങ്ങളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ മൗസ് പോലെ ഉണ്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവനെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മമ്മു എന്ന് പറഞ്ഞ ഈ ചെക്കനെ ചെയ്യേണ്ട കാര്യം ഒന്നും എനിക്ക് കൗൺസിലിംഗ് കൊടുക്കാന്നുള്ളതാണ് സെക്ഷന്. പിന്നെ അവനെ സംബന്ധിച്ച് അവന് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫേമസ് ആവാന്നുള്ളതാണ് അവന്റെ തലയിലുള്ളിലുള്ള. അതിനൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ തൊപ്പി ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടാവില്ല, ആ വീഡിയോന്റെ ഉള്ളിൽ നിന്നും അവൻ ചെയ്യുന്ന തെറ്റിനൊന്നും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണില്ല, നമുക്കറിയില്ലല്ലോ. അത് 1 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോ. അപ്പം അവിടെയുള്ള ചെക്കന്മാരൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇത് ഭയങ്കര സീന. എനിക്കും ഇത് തന്നെയാണ് അവരുടെ ലൈവ് കണ്ടപ്പോഴും പറയാൻ തോന്നിയത്. ഒരു തെറപ്പിയോ കൗൺസിലിങ്ങോ ഒക്കെ ആ കുട്ടിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി. പഴയ എന്തൊക്കെ ട്രോമ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒബ്സീനായിട്ടുള്ള കാര്യങ്ങൾ മീഡിയയിൽ വന്ന് പറയുന്നതും, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് വളരെ ഫണ്ണായിട്ട് എടുക്കുന്നതും എത്രത്തോളം വലിയ ഡെപ്തുള്ള കാര്യമാണ് എന്നുള്ളത് ആ കുട്ടി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഐ തിങ്ക് അങ്ങനെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ, മനുഷ്യന്മാരില്ലേ തെറ്റൊക്കെ പറ്റും മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പാരമൗണ്ട് ആയിട്ടുള്ളത്.